പൗരോഹിത്യവർഷാചരണത്തിൽ 75-ാം ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ ഇടയൻ ലാനിത്തോട്ടം അച്ഛന് ഇടവക സമൂഹം സസ്നേഹം സമർപ്പിക്കട്ടെ. അഭിഷേകമായി നിറയൂ ആത്മരൂപനേ, ഇടറിടുന്ന വീഥികളിൽ നീ അഭയകേന്ദ്രം. എന്റെ ഹൃദയക്കോവിലിൽ നീ വാസമായിടൂ, അജഗണങ്ങളിൽ നിറയൂ അത്യുന്നതനായവനെ ആശ്രിതരിൽ ഉണർത്തും അഭയകേന്ദ്രം, അഭിഷിക്തൻ. ആകുലങ്ങളുടെ അലമാലകളിൽ ഉഴലുമ്പോൾ ആത്മാവിൽ ആശ്വാസത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങൾക്ക് തിരിതെളിക്കും ആധ്യാത്മസ്രോതസ്, അഭിഷിക്തൻ. അഭിഷിക്തൻ, അഭിഷിക്തൻ, അഭിഷിക്തൻ. ആത്മദീപമേ നീ ജ്വലിക്കുക, ആത്മതാരതിൽ ശോഭയേകുക. ജീവിത ക്ലേശങ്ങളുടെ ബലിവേദികളിൽ നിന്ന് ആധ്യാത്മ ബലികൾ അർപ്പിക്കും ഗിരിമുകളിലേക്ക്. നിരനിരയായി നാം നരനിരയൊന്നായി ഗിരിമുകളെത്തുന്നു, നമ്മൾ ഗിരിമുകളെത്തുന്നു. അഭയം യേശുവേ, അഭയം യേശുവേ. നിരനിരയായി നാം നരനിരയൊന്നായി ഗിരിമുകളെത്തുന്നു, നമ്മൾ ഗിരിമുകളെത്തുന്നു. മരുഭൂമികളിൽ കടൽ വീഥികളിൽ കാലുകളിടറുമ്പോൾ അഭയം യേശുവേ, അഭയം യേശുവേ, അഭയം യേശുവേ, അഭയം യേശുവേ. ധരയുടെ ദുരിതം വിധിയുടെ വിഹിതം ചുമലിലെടുക്കുമ്പോൾ, ധരയുടെ ദുരിതം വിധിയുടെ വിഹിതം ചുമലിലെടുക്കുമ്പോൾ, കാൽവരിഗിരികളിൽ കുരിശിൻ വഴികളിൽ അഭയം, അഭയം. കാൽവരിഗിരികളിൽ കുരിശിൻ വഴികളിൽ അഭയം, അഭയം. അഭയം യേശുവേ, അഭയം യേശുവേ. നിരനിരയായി നാം നരനിരയൊന്നായി ഗിരിമുകളെത്തുന്നു, നമ്മൾ ഗിരിമുകളെത്തുന്നു. മരുഭൂമികളിൽ കടൽ വീഥികളിൽ കാലുകളിടറുമ്പോൾ അഭയം യേശുവേ, അഭയം യേശുവേ, അഭയം യേശുവേ, അഭയം യേശുവേ. ബലിവേദികളിൽ ജീവിതമഖിലം നൽകാനണയുമ്പോൾ, ബലിവേദികളിൽ ജീവിതമഖിലം നൽകാനണയുമ്പോൾ, ജീവനുമാശയുമായവനീശോ അഭയം, അഭയം. ജീവനുമാശയുമായവനീശോ അഭയം, അഭയം. അഭയം യേശുവേ, അഭയം യേശുവേ.
നിരനിരയായി നാം നരനിരയൊന്നായി ഗിരിമുകളെത്തുന്നു, നമ്മൾ ഗിരിമുകളെത്തുന്നു. മരുഭൂമികളിൽ കടൽ വീഥികളിൽ കാലുകളിടറുമ്പോൾ അഭയം യേശുവേ, അഭയം യേശുവേ, അഭയം യേശുവേ, അഭയം യേശുവേ. അടങ്ങാത്ത സ്നേഹവുമായി മനുഷ്യമക്കളെ തേടിയെത്തുന്ന ദൈവം, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട സ്വന്തം മക്കൾ തന്നോടൊപ്പം എപ്പോഴും ആയിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. അതിനായി അവിടുന്ന് വ്യക്തികളെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നു. അബ്രാം, അബ്രാം, നീ ഭയപ്പെടേണ്ട. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ദൈവത്തിൻ്റെ വിളി വ്യക്തികളുടെ വിശുദ്ധീകരണത്തിനും സമൂഹ നിർമ്മിതിക്കും. മോശ തൻ്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജെത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. എന്ത് മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാവുന്നില്ലല്ലോ. മോശേ, മോശേ, അങ്ങ് നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ. ഇതാ ഞാൻ അരുൾ ചെയ്താലും. ഇസ്രായേൽക്കാരുടെ നിലവിളി എന്റെ അടുത്തെത്തിയിരിക്കുന്നു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കുന്നു. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ജനതകളുടെ പിതാവാകാൻ വിളിക്കപ്പെട്ട അബ്രാഹത്തെ പോലെ, സ്വന്തം മക്കളെ നന്മയുടെ കാനാൻ ദേശത്തെത്തിക്കാൻ വിളിക്കപ്പെട്ട മോശയെപ്പോലെ, മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിച്ച അഹറോനെ പോലെ, ദൈവത്തിന് ആലയം കെട്ടിയ സോളമനെ പോലെ, ദൈവമഹത്വത്തെ വാഴ്ത്തിയ ദാവീദിനെ പോലെ ഇന്നും വ്യക്തികളെ ദൈവം അയക്കുന്നു. കാരുണ്യവാന്റെ അദൃശ്യ കരങ്ങൾക്ക് ദൃശ്യരൂപം നൽകുവാൻ മൺകുടത്തിൽ നൽകപ്പെട്ട നിധികളുമായി. മൺകുടത്തിൽ തന്ന നിധി ഞാൻ, മൺകുടത്തിൽ തന്ന നിധി ഞാൻ, മമ ജീവകാലമെല്ലാം കാക്കും. ഇടയിലൻ ജീവിത വീഥിയിലൻ പാദം ഇടറുന്ന നേരം നിസാമോ. ഇടയിലൻ ജീവിത വീഥിയിലൻ പാദം ഇടറുന്ന നേരം നിസാമോ. മൺകുടത്തിൽ തന്ന നിധി ഞാൻ.